ടോയ് ബ്രോ അത്യാവശ്യം നല്ല രീതിയിൽ ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? ഇപ്പോൾ ഡെയിലി ഒരു വർക്കൗട്ട് റെജിമെന്റ് നോക്കുകയാണെങ്കിൽ ബ്രോ എത്ര മണിക്കൂർ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യായിരിക്കും? അങ്ങനെയുള്ള ഒരു 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 ഷെഡ്യൂൾ ഉണ്ടോ, അതോ വർക്കിനനുസരിച്ച് മാറി തിരിഞ്ഞൊക്കെ ഇരിക്കും? ജനറലി ഒരു 45 minutes 1 hour ആണ് ജനറലി. 1 hour? 1 hour, അറൌണ്ട് 1 hour. അതിനേക്കാൾ ഒരു 10 മിനിറ്റ് ഒക്കെ അങ്ങോട്ടും കൂടാം, കുറച്ചും കൂടും പറയാം. ഇതാണ് ജനറലി. ഇത് വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള വർക്കൗട്ടാണ്? ഞാൻ കൂടുതലും ബോഡി വെയിറ്റ് ട്രെയിനിങ്ങും കാലിസ്തനിക്സ് പോലെ? കാലിസ്തനിക്സും പ്ലയോമെട്രിക്സും ഒക്കെ. എൻ്റെ ട്രെയിനർ ഉണ്ട് ആസ്കർ ഭായ്. പുള്ളി ഇങ്ങനത്തെ കുറേ പരിപാടികൾ കയ്യിലുള്ള ആളാണ്. പുള്ളി പഴയ പട്ടാളക്കാരനാണ്. അതിനു മുമ്പ് പുള്ളി ട്രിപ്പിൾ ജമ്പ് നാഷണൽ ചാമ്പ്യനൊക്കെ ആയിരുന്നു. പിന്നെ കുറേ നാൾ പുള്ളി ജിം ട്രെയിനർ ആയിട്ടുണ്ട് പട്ടാളത്തിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പുള്ളി ഇപ്പോൾ എൻ്റെ കൂടെ 2019 മുതൽ പുള്ളി വന്നതിന് ശേഷം. വലിയ കാര്യം അല്ല, അസ്കർ ഭായ് നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് വന്ന് തപ്പിയിട്ട് പോകുന്ന മസിൽസ് ഒക്കെ മസാജ് ചെയ്ത് പോകും. അങ്ങനെയല്ല, അതായത് ഈ മസിലിൽ നോട്ട്സ് ഒക്കെ ഉള്ളത് കറക്റ്റ് പിടിക്കും. പിടിച്ച മസിൽസ് ഈ നോട്ടുകൾ സംഭവിക്കും. അത് നമ്മൾ ഈ മയോഫേഷ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ പുറത്തൊരു വെള്ള പാട പോലെ ഉണ്ടാവില്ലേ, അതാണ് ഈ മയോഫേഷ്യ. നമ്മളുടെ മസിൽസിനും അതുണ്ട്, ഉരിച്ചു കളയുന്ന ആ സാധനം മയോഫേഷ്യ എന്ന് പറഞ്ഞിട്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞൊക്കെ കിടക്കുന്ന അതിനെ റിലീസ് ചെയ്യുന്ന ബോൾ വെച്ച് റിലീസ് ചെയ്യുന്ന അതിന് മയോഫേഷ്യ റിലീസിന് വേറെ ഒരു സാധനം. നമ്മൾ പൂച്ച നിൽക്കുന്നത് നിന്ന് പോകും. അത് പുള്ളി വന്നതിന് ശേഷമാണ് ഞാൻ സാലഡ്സ് ഒക്കെ കഴിച്ചു തുടങ്ങിയത്. ഞാനൊക്കെ പുള്ളി ആദ്യം മിന്നൽ മുരളിയുടെ സമയത്ത് സാലഡ് ഒക്കെ എങ്ങനെ ഇത് കഴിക്കണം, പച്ചക്കറിയൊക്കെ തിന്നുന്നു എങ്ങനെ. പിന്നെ രുചിയോടെ സാലഡ്സ് ഇഷ്ടപ്പെട്ട് കഴിക്കാനൊക്കെ തുടങ്ങിയത് പുള്ളി വന്നതിന് ശേഷമാണ്. പിന്നെ മറ്റേന്ന് വെച്ചാൽ സാലഡ്സ് കഴിക്കാൻ പറ്റുമോ? പിന്നെ നല്ല സാലഡ് ഡ്രസ്സിംഗ് ഒക്കെ ആണെങ്കിൽ കലക്കൻ സാലഡ്. പിന്നെ ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സും മാറുന്നുണ്ടാവും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി വന്നതിന് ശേഷം, അതിന് മുമ്പൊക്കെ ഞാൻ ഇപ്പോൾ ഗോതയ്ക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സിനിമയ്ക്ക് മിന്നൽ മുരളിക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ പുള്ളി വന്നതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ലൈഫ് സ്റ്റൈലിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തു. അത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും, പിന്നെ അത് അതിൻ്റെ ഭാഗമാവും. അങ്ങനെ വെച്ചാൽ നമ്മൾ ഒന്നും വേണ്ട, ഒന്ന് ആക്റ്റീവായിട്ട് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയാലും മതി ഒരു മണിക്കൂർ. അങ്ങനെ ഞാനിപ്പോൾ ചിന്തിക്കണം, അപ്പോൾ കുറച്ച് നേരം ഓടുകയോ നടക്കുകയോ കുറച്ച് പുഷപ്പ് അടിക്കുകയോ കുറച്ച് മറ്റേ ദണ്ട് ബൈത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും. ഇതിന് ഡംബലോ ജിമ്മോ ഒന്നും ആവശ്യമില്ലാത്ത എക്സസൈസസ് ഉണ്ട്. ഒരു ഫുൾ ബോഡി വർക്കൗട്ട് നമുക്ക് ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കെറ്റിൽ ബെല്ലോ ഒരു ഡംബലോ ഉണ്ടെങ്കിൽ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാം. ഇടയ്ക്ക് ഇപ്പം ഈ കളരി പോലത്തെ സാധനങ്ങളൊക്കെ പിടിച്ചപ്പോൾ അപ്പോൾ അതിലും നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കാലറീസ് ബേൺ ആവുന്നുണ്ട്, മസിൽസ് സ്ട്രെങ്തൻ ആവുന്നുണ്ട്. അത് അപ്പം എൻ്റെ ഗദ അങ്ങനത്തെ സാധനം, ഗദയും മുഗ്ദാറും പിന്നെ പ്രോപ്പർ ഗദയുണ്ട്. ഇതൊക്കെ ഒരു 8 കിലോന്റെ ഗദയുണ്ട്. പിന്നെ മുഗ്ദാർ അതുപോലെ തന്നെ ഒരു 7 കിലോന്റെ 2 ഉണ്ട്. അതും പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് നമുക്ക് ബോറടിക്കില്ല. വെയിറ്റ് ട്രെയിനിങ് ഒക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ബോറടിച്ചേ ഇതിപ്പോ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പുതിയൊരു സ്കില്ല്. അപ്പൊ എന്റെ കൂടെ ഇർഫാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജമ്പിങ് പരിപാടി മിക്സഡ് മാർഷൽ ആർട്സ് ട്രെയിനറാണ് പുള്ളി വന്നു കഴിയുമ്പോൾ പുള്ളി തന്നെ ഓരോ സാധനങ്ങൾ പുതിയതായിട്ട് പഠിപ്പിക്കും. അപ്പോൾ ഒരു പുതിയ സാധനം പഠിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോലും അറിയാതെ കാലറീസ് പോകണം. വർക്കൗട്ട് നടക്കും, ഞാനത് പഠിക്കുകയാണെങ്കിൽ ഞാൻ പുതിയൊരു സ്കില്ലുമായി എൻ്റെ കയ്യിൽ. അപ്പം അങ്ങനെ വർക്കൗട്ടുകളൊക്കെ അങ്ങനെയാണ് കുറേ. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് തന്നെ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ട്രെയിനിങ്ങിനുള്ള ഓപ്ഷൻ പോലും ഇല്ലെങ്കിൽ നമുക്കൊരു ഇത്രയും സ്പേസ് കിട്ടിയ ഒരു 500 പുഷപ്പ് അടിക്കാൻ ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. 500 പുഷപ്പ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പോലും അടിക്കണ്ട. 500 പുഷപ്പ് സമയമെടുത്ത് 10 എണ്ണം 20 എണ്ണം അങ്ങനെ വെച്ച് ചെയ്താൽ 500 എത്തും. നമ്മൾ എത്തിച്ചാ മതി. എനിക്ക് ചില ഫ്രണ്ട്സ് ഒക്കെ ഒറ്റയ്ക്ക് 100 പുഷപ്പ് പോലും മേലേക്ക് അടിക്കുന്ന ആൾക്കാരുണ്ട്. അടിക്കും. ഇത് ഞാൻ ചോദിക്കാൻ കാരണം ഈ ഇടയായിട്ട് ഈ തടി വല്ലാണ്ട് കൂടി. എൻ്റെ എൻഗേജ്മെന്റ് നടക്കുന്നതിന് ഒരാഴ്ച മുന്നെയാണ് ഞാനൊരു ഡയറ്റ് കയറുന്നത്. അപ്പോൾ ഡയറ്റ് വെച്ച് ഞാൻ 87.5 കിലോയിൽ നിന്ന് 78 വരെ കൊണ്ടെത്തിച്ചു.
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കല്യാണം ഇനി 2 മാസമുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് എന്തെങ്കിലും ചെയ്ത് തുടങ്ങാം. പക്ഷെ ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ മൈൻഡിനും ബോഡിക്കും ഉള്ളൊരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. ഭയങ്കരമാണ്. അതും ഈ നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഓൺലൈനിൽ വീഡിയോയിൽ വന്നാൽ മതി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 12 കിലോയുടെ കെറ്റിൽ ബെല്ല്, 3 കിലോയുടെ ഒരു പെയർ ഡമ്പല്, ഒരു 5 കിലോയുടെ ഒരു പെയർ ഡമ്പല്, പിന്നെ ഒരു റബ്ബർ ബാൻഡ്, മറ്റേ ഒരു റെസിസ്റ്റൻസ് ബാൻഡ്. ഞാൻ ചോദിച്ചേട്ടാ എന്തിനാടാ റബ്ബർ ബാൻഡ്, നീ എൻ്റെ അടുത്ത് വലിച്ചോണ്ടിരിക്കാൻ പറയുന്നതാണോ എന്ന്. അപ്പൊ പറഞ്ഞ അല്ല ബ്രോ, ഇത് ശരിക്കും ഇത് വെച്ചിട്ട് ഒരുപാട് പരിപാടി, എല്ലാ മസിലിനും ട്രെയിൻ ചെയ്യും. അതെ. എന്ന് ഒരു യോഗ മാറ്റ് ഇത്രേ ഉള്ളൂ. ഇത് എപ്പോഴും എൻ്റെ വണ്ടിയിൽ ഡിക്കി കാണും. എവിടെ ചെന്നാലും ഇവൻ പറയും ഇന്ന് ഈ സാധനങ്ങൾ എടുത്ത് ഇത് ചെയ്യും, കഴിഞ്ഞു വന്നത്തെ പരിപാടി. ഇതാണ് എൻ്റെ ട്രെയിനർ ചെയ്തു തരുന്നത്. ഇത് നമ്മൾ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ പഠിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫൈറ്റിൻ്റെ ആണെങ്കിലും എല്ലാ സിനിമയിലും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു പടത്തിന് വേണ്ടിയിട്ട് പഠിക്കണതുമല്ല. ഞാൻ കളരി കുറച്ച് ബേസിക്സ് എങ്കിലും പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ റിഫ്ലക്സസ് ബെറ്ററായി, ഇഞ്ചുറി കുറഞ്ഞു. മറ്റേത് നമുക്ക് ഫൈറ്റിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ഇഞ്ചുറീസ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ മസിൽസിനായിട്ട് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റിയും അതിനാണ് ഈ പ്ലയോമെട്രിക്സും കാലിസ്റ്റനിക്സും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലയോമെട്രിക്സ് എക്സസൈസുകൾ തന്നെ പല തരമുണ്ട്. നമ്മളാകെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രോ സ്പ്ലിറ്റ് എന്ന് ഒരു സ്പ്ലിറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അർണോൾഡ് ഫോളോ ചെയ്തിരുന്ന അതേ വർക്കാണ് ശരാശരി നമ്മളെ ബ്രോ സ്പ്ലിറ്റ് കളിയാക്കി വിളിക്കണം. അർണോൾഡ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം മുതലേ ഉള്ള അന്ന് മുതലെയുള്ള ഒരു വർക്ക്ഔട്ട് പാറ്റേൺ ആണ് ജിമ്മിൽ കാണുന്ന പരിപാടികൾ. പിന്നെ അത് തന്നെ നമ്മൾ പിന്നീട് വെയിറ്റ് ട്രെയിനിങ്ങിൽ തന്നെ ഈ പുഷ് പുൾ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ ട്രെയിനർ അസ്കർ ഭായി ഇതിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണ്. പുള്ളി ബോഡി ബിൽഡിംഗ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. പുള്ളി പഴയ ട്രിപ്പിൾ ജമ്പ് അത്ലറ്റാണ്. അത്ലറ്റ് ആയത് കാരണം കൊണ്ട് അത്ലറ്റിക്സ് ട്രെയിനിങ്ങും പുള്ളിയുടെ കയ്യിലുണ്ട്. പിന്നെ മൊബിലിറ്റിയും നമ്മളുടെ എജിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെയാണ് സ്ട്രെങ്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. ഫ്ലെക്സിബിലിറ്റി, എജിലിറ്റി, മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാനുള്ള, അതായത് തറയിൽ നമുക്ക് കൈയെത്തിച്ച് തൊടാനോ നമ്മളുടെ എങ്ങനെയാണ് പറയാ, ഈ നമ്മുടെ ശരീരത്തിൽ മുട്ടുമടക്കാതെ താഴെ തൊടുക, ഇങ്ങനത്തെ കാര്യങ്ങളില്ലേ നമ്മുടെ. അതുപോലെ നമ്മുടെ ഹിപ്പാണ് ഏറ്റവും സ്റ്റിഫാവുന്ന ഒരു ബോഡി പാർട്ട്. പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ചെയ്ത ഹിപ്പ് മൊബിലിറ്റി ട്രെയിനിങ് തന്നെ കുറേ ഉണ്ട്. ഞാനത് ചെയ്യാറുണ്ട്. അത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ബാക്കി വർക്കൗട്ടുകൾ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ പോസ്റ്റർ നന്നാവും. ഇതിലെല്ലാം ഈ മൊബിലിറ്റി എക്സസൈസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കിപ്പോൾ ആസ് ആൻ ആക്ടർ എനിക്ക് എപ്പോഴും സിക്സ് പാക്കോ അങ്ങനത്തെ ഫുൾ ബിൽഡ് ആയിട്ടുള്ള മസിൽസോ ലീനോ ചിസിൽ ബോഡിയോ ഒന്നും അല്ല ആവശ്യം. എനിക്ക് കൂടുതൽ ആവശ്യം ഈ മൊബിലിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളാണ്. മറ്റേത് ആസ് എ പേഴ്സൺ എനിക്ക് ആവശ്യം എജിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയൊക്കെയാണ്. നമുക്ക് ഏജ് മാറുന്നതിനനുസരിച്ച് ഇത് സ്റ്റിഫായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് തന്നെ നമ്മൾ സമയം ചെലവഴിക്കും. വാമപ്പ് തന്നെ കുറച്ച് സമയമുണ്ട്. കഴുത്ത് ചില ആൾക്കാരൊക്കെ മറ്റേ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നിന്നിട്ട് പുഷപ്പ് അടിക്കുന്നു. എന്ത് വെച്ചാൽ വാമപ്പ് ചെയ്യാൻ മറന്നു. അങ്ങനെയല്ല, വാമപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇഞ്ചുറി വരാതിരിക്കാനായിട്ടും. ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴാണെന്നറിയോ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് IAS പബ്ലിക് സ്കൂൾ, ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെ വെച്ച് ഫുട്ബോൾ കോമ്പറ്റീഷൻ നടക്കുകയാണ്, ഈ CBSE സ്കൂളുകളുടെ. അപ്പോൾ നമ്മളിവിടെ നിന്ന് എല്ലാം കെട്ടിപ്പറക്കി അങ്ങ് പോകണം. ആദ്യമായിട്ടാണ് സ്കൂളിൽ നിന്ന് പുറത്ത് പോകുന്നത് കളിക്കാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഗ്രൗണ്ടൊക്കെ കണ്ടു. 3 ഗ്രൗണ്ടൊക്കെ ഉണ്ട് ആ സ്കൂൾ, വലിയ സ്കൂള്. അടുത്ത ദിവസമാണ് രാവിലെ 8 മണിക്കാണ് നമ്മുടെ കളി. അപ്പോൾ ഞങ്ങളുടെ PT സാർ ഒരു 10 മണിയായപ്പോൾ തന്നെ ഉറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഉറക്കം വരണില്ല. 12 മണിയായപ്പം കൂട്ടുകാരൻ പറഞ്ഞു, എടാ നമ്മൾ നാളെ പ്രിപ്പയർഡ് ആയിരിക്കണം, വാമപ്പ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് എല്ലാ എണ്ണത്തിനും വിളിച്ചോണ്ട് രാത്രി 1 മണിക്ക് വാമപ്പ്. 1 മണിക്ക് വാമപ്പ് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പം നമ്മുടെ പറഞ്ഞിട്ടുണ്ട് കളിക്ക് മുന്നേ വാമപ്പ് ആയിരിക്കണം. അപ്പൊ ഞങ്ങളുടെ മനസ്സിലെന്താണ്, ഒരു ദിവസം മുമ്പേ നമ്മൾ 2 മണി വരെ വാമപ്പ് ചെയ്തിട്ട് തിരിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങി. കളി 8 മണിക്ക് 7:45 സാറ് വേണം, നീയൊക്കെ എന്താ റെഡിയാവാമപ്പ്. എന്നിട്ട് കഴിഞ്ഞു സാർ, ഇനി കളിച്ചാൽ മതി. എന്നിട്ട് കളിക്കാനായിട്ട് ഗ്രൗണ്ടിൽ ചെന്നിട്ടാണെങ്കിലേ, അപ്പോൾ അപ്പുറത്തെ ടീമിലുള്ള പിള്ളേരെല്ലാം സാറിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. സാറ് നടുക്ക് നിന്നിട്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഹൈ ഹോയ്. അപ്പോൾ ഞങ്ങളുടെ സാറാണെങ്കിൽ അപ്പുറത്ത് നോക്കിയിട്ട് എന്നൊക്കെ, ഞങ്ങളാണെങ്കിൽ ഇവിടെ ഷൂ ഒക്കെ കെട്ടി താഴെ ഇരിക്കുന്നു, കുറേ എണ്ണം അവിടെ വായി നോക്കി ഞാൾ വലിപ്പിച്ചിരിക്കുന്നു. ചേട്ടാ നീയൊക്കെ എന്താണ് കാണിക്കണം, നാണം കെടുത്തോ, എല്ലാവരും ചുറ്റും ചെന്ന് അവർ പറഞ്ഞ് അപ്പുറത്തെ ടീമിലുള്ളവന്മാർ ചെയ്യുന്നത് നോക്കി നിങ്ങളും ചെയ്യും അതേപോലെ. അപ്പം ഞങ്ങളും അതേണൊക്കെ ചെയ്തു. 2 മിനിറ്റ് അങ്ങാണ്ട് മാപ്പ് കിട്ടി, കളിക്ക് കയറി തോറ്റി തിരിച്ച് നാട്ടി വന്നു. അല്ല, ഇതില് എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക്
ഭയങ്കര ചെറുപ്പത്തിലൊക്കെ നമുക്ക് എന്ത് Recover ആയി വരും. എന്ന് പറയുന്ന പോലത്തെ ആയിരിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഇഞ്ചുറീസ് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഇഞ്ചുറീസ് വന്നാലും അതിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും റെഗുലർ വർക്കൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അസ്കർ ഭായ് വന്നതിന് ശേഷമാണ് ഇതെൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായത്. വർക്കൗട്ടും കുറച്ച് ഡയറ്റിലും മാറ്റങ്ങൾ വന്നത് അതിന് ശേഷമാണ്. പക്ഷെ ഇപ്പോൾ വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് വർക്കൗട്ട് ഉണ്ടായിട്ടും വർക്കൗട്ട് പിന്നെയും നടക്കും. ഞാൻ പരമാവധി അത് നിഷ്ഠയായിട്ട് അങ്ങ് ചെയ്യും അല്ലേ? അല്ല, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെ ദിവസം നടത്തത്തിൽ പിടിക്കാം. ഒരു 10,000 സ്റ്റെപ്പ് 20,000 സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും എനിക്കും ഇഷ്ടമാണ്. നടത്തം ഇഷ്ടമാണ്. എനിക്ക് നടത്തം ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഞാൻ ചിലപ്പോ രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോകും. ഭയങ്കര സ്പീഡിലൊന്നും ഓടണ്ടല്ലോ, പതുക്കെ ജോഗ് ചെയ്ത് പതുക്കെ ജോഗ് ചെയ്ത്. അപ്പൊ ഈ കാറിൽ പോകുമ്പോൾ കണ്ടാലും ശ്രദ്ധിക്കാത്ത കുറെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരു വിദേശ രാജ്യത്ത് ഓടാനുള്ള സൗകര്യം കിട്ടിയാൽ, അത് കയറ്റ വർക്കൊക്കെ ആണെങ്കിൽ നടത്തമാണ് നല്ലത്. ഫ്ലാറ്റ് റോഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഓടാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഓടുമ്പോൾ വെച്ചാൽ നമ്മുടെ വർക്കൗട്ടും നടക്കും, ഒപ്പം നമ്മള് കുറച്ചും കൂടി ബെറ്റർ രീതിയിൽ. വയനാട് അടിപൊളിയായിരുന്നു. വയനാട് എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ ഓട്ടം നടക്കില്ല അവിടെ. ടോവി രാവിലെ എഴുന്നേറ്റിട്ട് നടക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് 6-7 കിലോമീറ്റർ മുകളിൽ. ഇതിൽ നമ്മുടെ ശരീരഭംഗിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ്, നമ്മളെപ്പോഴും ശരീരഭംഗിക്കാണല്ലോ ഇമ്പോർട്ടൻസ്. ശരീരഭംഗിയേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു പെർഫോമൻസ് ബോഡിയും ഭയങ്കര ചിസിൽ ബോഡിയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് എന്താ പറയുക, സ്ട്രെങ്ത്തും അജിലിറ്റി മൊബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാധനങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സിനിമയിൽ ഇപ്പോൾ എന്തെങ്കിലും ഷർട്ട്ലെസ് സീനൊക്കെ വരികയാണെങ്കിലൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ ഫാറ്റ് കട്ടിങ്, വാട്ടർ കട്ടിങ്, ഭയങ്കരമായിട്ടുള്ള ഹെവി ഡയറ്റ് എടുക്കും. ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പോകാറില്ല. ഫാറ്റും വാട്ടർ കട്ടൊക്കെ ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ ഒത്തിരി മടിയുണ്ട്. അതത്ര ഹെൽത്തി അല്ലാന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് വാട്ടർ കട്ടിങ്. ലോങ് ടേമിൽ അത് നമ്മൾ എങ്ങനെ പോയാലും അഫക്റ്റ് ചെയ്യുമോ അത് എന്തെങ്കിലും ഒരു? ഇതിനെല്ലാം ഞാനിപ്പോൾ ഒരു സസ്റ്റൈനബിൾ വർക്കൗട്ട് ആണെങ്കിലും ഡയറ്റ് ആണെങ്കിലും ഒരു മാസം 2 മാസം ഡയറ്റ്, 2 മാസം വർക്കൗട്ട് എന്നുള്ളതല്ലാതെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ട് പാറ്റേൺ. അതിപ്പോൾ ഒരു ദിവസം ഇന്നിപ്പോൾ എനിക്ക് ജിം എക്യുപ്മെൻ്റ് ഒന്നുമില്ല, അപ്പോൾ എനിക്ക് ഓടാൻ പോവാം. അടുത്ത ദിവസം എനിക്ക് ഓടാൻ പോകാൻ പറ്റുന്നില്ല, ശരി നടക്കാൻ പോവാം. അതൊന്നും പറ്റാത്ത സ്ഥലങ്ങളില്ലല്ലോ. ഇനി ഓടാനും നടക്കാനും പറ്റുന്നില്ല, കുറച്ച് പുഷപ്പ് അടിക്കാം. ഇത് തന്നെ ചെയ്യണമെന്നില്ല, എന്തെങ്കിലും ചെയ്ത് ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ. പിന്നെ ഈ വർക്കൗട്ടിന് മുമ്പത്തെ വാമപ്പും വർക്കൗട്ടിന് ശേഷമുള്ള സ്ട്രെച്ചിങ്ങും അതൊരു 5 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. അതും അതിനും സമയം കണ്ടെത്തുക. ഇത് സത്യം പറയുന്നത് ഭയങ്കര, ഇത് ആർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും അവരുടെ ലൈഫിൽ പെട്ടെന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ ആൾക്കാർ ചെയ്യില്ല. ആ ഒരു മെന്റൽ ബ്ലോക്ക് വേണം ആദ്യം ഒന്ന് മറികടക്കാൻ. എനിക്കറിയാം മടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഇപ്പോഴും മടിയുണ്ട്. പക്ഷേ എന്നെ രാവിലെ എഴുന്നേപ്പിച്ച് കൊണ്ടുപോകാൻ ഒരാളുള്ള കാരണം കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന കാര്യം. നമ്മൾ ചിലപ്പോൾ ഷൂട്ടൊക്കെയുള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ട് വന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യാനുള്ള മൂടൊന്നുണ്ടായെന്ന് വരില്ല. അപ്പം നമുക്കൊരു പുഷ് വേണം. അതാണ് ട്രെയിനർ വന്ന് നിൽക്കുന്നത്. ഇത്രയും കൊല്ലമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന എനിക്ക് അത്യാവശ്യം വർക്കൗട്ടുകളൊക്കെ അറിയാം. ഈ വർക്കൗട്ടുകൾ പറഞ്ഞു തരാനല്ല, എൻ്റെ കൂടെ നിന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഒരാൾ ഉള്ളത്. അതുള്ളത് എനിക്കൊരു ബ്ലെസ്സിങ് ആണ്. പക്ഷെ പുള്ളി എൻ്റെ കൂടെ ഇല്ലാത്ത സമയത്തും, ഇപ്പം ഞാൻ യാത്ര പോകുന്ന സമയത്ത് പുള്ളി എൻ്റെ കൂടെ ഇല്ലല്ലോ, അപ്പോഴും ഞാൻ വർക്കൗട്ട് മിസ് ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ രാവിലെ തന്നെ പുള്ളിയുടെ മെസ്സേജ് വരും. പുള്ളി വർക്കൗട്ട് ചെയ്തിട്ട് ഫുൾ ഒരു കട്ട ഒരു തമാശക്ക് നമ്മൾ പറയും ഒരു ചിക്കൻ കാലൊക്കെ എടുത്ത് കടിക്കാൻ നോക്കുമ്പോൾ കൈ പിടിക്കും. ചിക്കൻ കാലല്ല, കേക്കിന്റെ കഷ്ണം. മധുരമൊന്നും ഞാൻ മധുരമൊക്കെ ഭയങ്കര കുറവാണ്. മധുരം കട്ട് ചെയ്താൽ അടിപൊളി ബ്രോ. ഇതിപ്പം കോഫി ആണെങ്കിലും മധുരം ഇല്ലാതല്ലേ കുടിച്ചോണ്ടിരിക്കുന്നത്. പുള്ളി ഷുഗർ കട്ടിങ് ഭയങ്കര ഗുണവും ചെയ്യും. കാരണം ഒരു ആവശ്യം ഇല്ലാത്തൊരു സാധനമാണ് ഈ പഞ്ചസാര. പ്രോസസ്ഡ് ആയിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഭയങ്കര അല്ല, എനിക്ക് മധുരവും ഭക്ഷണവും സീരിയസ് ആയതേ ഉള്ളൂ. എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അവിടെ ഇടയ്ക്ക് നമ്മൾ ഒരു ദിവസം ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു, വന്ന് കഴിച്ചു, പിറ്റേ ദിവസം അത് മറന്നേക്കുക. ഇന്നലെ കഴിച്ച കാരണം ഇന്നും കഴിക്കണമെന്നില്ലല്ലോ. ഡയറ്റ് പൊട്ടിയില്ലോ, പക്ഷേ ഇനി എന്ത് ചെയ്യുന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ഒരു എപ്പിസോഡ് അങ്ങോട്ട് മറന്നു കളഞ്ഞേക്കാം. നമ്മൾ കഴിച്ചു, ഓക്കെ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നമ്മൾ എവിടെയായിരുന്നു വന്നിരുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വല്ലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിലൊക്കെ ഇൻഡൾജ് ചെയ്യുന്നതിലൊന്നും ഒരു കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ എന്താ പറയാ, നമ്മളും കൂടെ എൻജോയ് ചെയ്യേണ്ട നമ്മുടെ ജീവിതം. തീർച്ചയായിട്ടും.